Hi everyone, this is me Casac Benjali. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളുടെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെയാണ് ചാണക്യ സീക്രട്സ് ഓൺ ബിസിനസ്. ചാണക്യ സീക്രട്സ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ഒരു മഹാരാജ്യത്തിന്റെ ബുദ്ധികേന്ദ്രമായിരുന്നു ചാണക്യൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിന്റെ സ്ട്രാറ്റജീസ് ആയിരുന്നു ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാളെ ഒരു വലിയ രാജാവാക്കി മാറ്റുന്നതിൽ കൊണ്ടെത്തിച്ചത്. അതിനെയാണ് നമ്മൾ ശരിക്കും പറയുന്നത് കിങ് മേക്കർ എന്ന്. കിങ് മേക്കിംഗ് സ്ട്രാറ്റജിയാണ്. യുദ്ധങ്ങളും എല്ലാം വിജയിക്കുന്നതിൽ ചാണക്യൻ്റെ തന്ത്രങ്ങളുണ്ടായിരുന്നു. ഇവിടെ ബിസിനസ് എന്ന് പറയുന്നതും പേഴ്സണൽ സക്സസ് എന്ന് പറയുന്നതും ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഫാസ്റ്റ് ചേഞ്ചിങ് വേൾഡിൽ യുദ്ധം തന്നെയാണ്. അതിൽ നമ്മൾ പാലിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പേഴ്സണൽ ആൻഡ് ബിസിനസ് സീക്രട്ടിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അത് മറ്റൊന്നുമല്ല, ഡു നോട്ട് ഷെയർ യുവർ സീക്രട്ട്, അല്ലെങ്കിൽ മെയിൻറ്റെയിൻ സീക്രട്ട്. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ആ ബിസിനസ്സിന് ഒരു സീക്രട്ട് സക്സസ് ഫോർമുല ഉണ്ടാവും. കൊക്കക്കോലയുടെയും പെപ്സിയുടെയും ഒക്കെ ഫോർമുല ലോകത്ത് ആർക്കും അറിയില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഏതൊരു ബിസിനസ്സിനും ഒരു സക്സസ്ഫുൾ സീക്രട്ട് ഫോർമുല ഉണ്ടാകും. അതുപോലെ തന്നെ ഒരു വ്യക്തിക്കാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മാത്രമായിട്ടുള്ള സീക്രട്ടുകൾ ഉണ്ടാകാം. അത് അദ്ദേഹത്തിൻ്റെ ശക്തിയാകാം, ബലഹീനതയുമാകാം, വീക്ക്നെസ്സും ആകാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിയുമാകാം. ഇതെന്താണെങ്കിലും ശരി, അത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് ചാണക്യ പഠിപ്പിക്കുന്നത്. അതിന് രണ്ട് കാരണമാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന് പറയുന്നത്, നിങ്ങളുടെ സീക്രട്ട് മറ്റൊരാൾക്ക് അറിയാമെങ്കിൽ അത് നിങ്ങളുടെ വിജയത്തിൻ്റെ രഹസ്യമാണെങ്കിലും നിങ്ങളുടെ മറ്റു സ്വഭാവത്തിലെ വൈകൃതങ്ങളുടെ രഹസ്യമാണെങ്കിലും ബിസിനസ്സിൻ്റെ വീക്ക്നെസ് ആണെങ്കിലും ബിസിനസ്സിൻ്റെ സ്ട്രെങ്ത് ആണെങ്കിലും സീക്രട്ട് ഷുഡ് ഓൾവേസ് മെയിൻറ്റെയിൻ ആസ് എ സീക്രട്ട്. കാരണം അത് മറ്റൊരാൾക്ക് അറിയുമെങ്കിൽ, അത് നിങ്ങളുടെ ടീം മെമ്പേഴ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ കോമ്പറ്റീറ്റർക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ നാട്ടുകാർക്കോ എല്ലാം അറിയുമെങ്കിൽ നിങ്ങളുടെ തല മറ്റുള്ളവരുടെ മുന്നിൽ കുമ്പിടേണ്ട സാഹചര്യം വരും. ഇറ്റ് വിൽ ബെൻഡ് യു എന്നാണ് ചാണക്യ പറയുന്നത്. കാരണം നമ്മളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ബാഡ് ഹാബിറ്റ് അല്ലെങ്കിൽ ഒരു ചീത്ത ശീലത്തെക്കുറിച്ച് നമ്മൾ ഏതോ ഒരു ആഘോഷവേളയിൽ നമ്മളൊരു സുഹൃത്തിനോട് ചുമ്മാ അങ്ങ് പറഞ്ഞു. അയാൾ അന്ന് സുഹൃത്തൊക്കെ ആയിരുന്നു, പിന്നീട് അദ്ദേഹം നമ്മുടെ എനിമിയായി, അല്ലെങ്കിൽ നമ്മളെ സ്റ്റാഫ് ആയിരുന്നു, അല്ലെങ്കിൽ നമ്മളുടെ കോമ്പറ്റീറ്റർ ആയിരുന്നു. പക്ഷെ പിന്നീട് പലപ്പോഴും ആ ഒരു സീക്രട്ട് അയാൾക്ക് അറിയുന്നു എന്നതിൻ്റെ പേരിൽ നമ്മളെ അയാൾ ചൂഷണം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകാം. പല ഡിസിഷൻസ് നമുക്ക് സ്ട്രോങ് ആയിട്ട് എടുക്കാൻ കഴിയാതെ വരാം. നമുക്ക് അയാൾക്കെതിരെ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാൻ കഴിയാതെ വരാം. മുഖത്ത് നോക്കി പറയേണ്ട കാര്യം പോലും പറയാൻ കഴിയാതെ വരാം. കാരണം അയാളുടെ മുന്നിൽ നിങ്ങളുടെ തല കുമ്പിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു സീക്രട്ട് റിവീൽ ചെയ്യുന്നതിന് മുൻപ് 1000 തവണ ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ. അത് നിങ്ങളുടെ സുഹൃത്തുക്കളോടാവരുത്, അത് നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളോടാവരുത്, നിങ്ങളുടെ കൂട്ടുകാരോടാവരുത്, നിങ്ങളുടെ എംപ്ലോയീസിനോടാവരുത്, നിങ്ങളുടെ കോമ്പറ്റീറ്ററോടാവരുത്. കാരണം ഇവരിൽ ആരെങ്കിലും ഒക്കെ നാളെ നിങ്ങളുടെ കോമ്പറ്റീറ്റർ ആവാം, നിങ്ങളുടെ ശത്രുവായി മാറാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ചാണക്യ പറയുന്നത്. രണ്ടാമത്തെ റീസൺ നിങ്ങൾ നിങ്ങളുടെ സീക്രട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയാൻ കാരണം നിങ്ങൾ ഡിഫെൻസീവായി പോകുമെന്നുള്ളതാണ്. നിങ്ങളുടെ ബിസിനസ്സിനകത്തൊരു പ്രശ്നം വരികയാണ്, നിങ്ങൾ നേരിടേണ്ടി വരുന്ന സമയത്ത്, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് നിങ്ങൾക്കൊരു പ്രശ്നം വന്നിരിക്കുന്നു, അപ്പുറത്തുള്ളത് നിങ്ങളുടെ രഹസ്യം അറിയുന്ന ആളാണ്. നിങ്ങളുടെ വിജയരഹസ്യമാകാം, നിങ്ങളുടെ വീക്ക്നെസ്സിനെ കുറിച്ചാകാം. ഈ സമയത്ത് നിങ്ങൾ ആ പ്രതിസന്ധിയിൽ നിന്ന് പുറത്ത് കടക്കുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക പലപ്പോഴും നിങ്ങളുടെ രഹസ്യം മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇയാളുടെ മുന്നിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. നിങ്ങളുടെ രഹസ്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ അയാളുടെ മുന്നിൽ കീഴടങ്ങി കൊടുക്കേണ്ടി വരിക. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ നിങ്ങളൊരു വ്യക്തിയാവട്ടെ, ബിസിനസ് സീക്രട്ടുകളാവട്ടെ, മറ്റൊരാളുമായിട്ട് ഒരിക്കലും ഷെയർ ചെയ്തത് സീക്രട്ട് എപ്പോഴും സീക്രട്ടായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ചാണക്യ പറയുന്നത്. ചാണക്യൻ്റെ ലൈഫിൽ അദ്ദേഹത്തിൻ്റെ നെക്സ്റ്റ് മൂവ്സ് എന്താണെന്ന് ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്ക് പോലും അറിയില്ലായിരുന്നു എന്നതാണ് സത്യം. കാരണം അദ്ദേഹത്തിൻ്റെ ശക്തിയും അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ്സും അറിയുന്ന ആൾ അയാൾ മാത്രമായിരുന്നു. അത് മറ്റൊരാളെ കോപ്പി ചെയ്യാനോ മറ്റൊരാളെ മുതലെടുക്കാനോ സഹായിച്ചിട്ടില്ല. വിജയിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ, ഒരു ഓൺട്രപ്രണറോ വ്യക്തിയോ ആണെങ്കിൽ നിങ്ങൾ പാലിക്കേണ്ടതും ഇത് തന്നെയാണ്. രഹസ്യം മറ്റൊരാളോട് പറയാൻ പാടില്ല. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് പറയാൻ പാടില്ലാത്തത്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഞങ്ങളുടെ ബിസിനസ് ട്രാൻസ്ഫോർമേഷൻ കോഴ്സുകളും സെയിൽസ് ട്രാൻസ്ഫോർമേഷൻ കോഴ്സ്, $1 million സെയിൽസ്മാൻ കോഴ്സ്, പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സുകൾ അടക്കമുള്ള പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനിങ് കോഴ്സ് അടക്കമുള്ള ഒരുപാട് കോഴ്സുകളുണ്ട്. ഇതിലൂടെയൊക്കെ നിങ്ങൾക്ക് പുതിയ തലത്തിലേക്ക് ഉയരാനും വളരാനും കഴിയും. സോ ഇഫ് യു വാണ്ട് ടു നോ മോർ അബൌട്ട് ദാറ്റ് കോഴ്സ്, പ്ലീസ് കോൾ അവർ നമ്പർ. താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. എല്ലാവിധ ആശംസകളും. ഞാൻ കസാക് ബെൻജാലി.